ഹലോ ഹലോ മോനെ കമലയ്ക്കൊന്ന് കൊടുക്കോ? ആ കൊടുക്കാം. അമ്മേ, ഗോകുൽ സാറിന്റെ അമ്മ വിളിക്കുന്നു. ഹലോ ശോഭനെ. എന്റെ കമലേ, ഇപ്പോഴെനിക്ക് സമാധാനായത്. നീ വീട്ടിലെത്തിയോ? ആ, ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴാ ശോഭനയുടെ ഫോൺ വന്നത്. 2 ദിവസം കൊണ്ട് ഞാൻ അനുഭവിച്ച സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ പ്രായത്തിലെങ്ങനെ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലെ ഞാൻ വിചാരിച്ചില്ല ശോഭന. സാരമില്ല കമലേ, വിധിയാണെന്ന് കരുതിയാ മതി. ഈ വയസ്സുകാലത്ത് ഇങ്ങനൊരു യോഗം ജാതകത്തിൽ കാണും. കാരാഗ്രഹവാസം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ. ഞാനും അങ്ങനെ കരുതിയ സമാധാനിക്കുന്നു. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാന്? കമലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും ആശുപത്രി പ്രശ്നം ഉണ്ടായതുമെല്ലാം വാർത്തയിൽ കണ്ട് ഞങ്ങൾ ആകെ വിഷമിച്ചു. സത്യം പറഞ്ഞ ഞാൻ കമലയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. ഇതിനൊക്കെ എങ്ങനെയാ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗോകുലാണ് വേണ്ട സഹായമൊക്കെ ചെയ്തു തന്നതെന്ന് സച്ചി പറഞ്ഞു. എന്റെ മനസ്സിലിപ്പോ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ ശോഭനയ്ക്ക്? അന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ വീഴാൻ പോയപ്പോ ശോഭന എന്നെ താങ്ങിയില്ലേ? അത് വെറുതെ അല്ല, ദൈവം ചെയ്യിപ്പിച്ചത്. എനിക്ക് കുടുംബത്തിന് ഇങ്ങനൊരു അവസ്ഥ വരുമെന്നും അന്ന് താങ്ങായും തണലായും ശോഭനയും മോനും ഉണ്ടാകുമെന്നും അതേ ദൈവം തീരുമാനിച്ചിരിക്കും. അല്ലാതെ ഇപ്പൊ ഇതിനൊക്കെ എന്താ പറയുക? അത് ശരിയാണെന്ന് ഇപ്പൊ എനിക്കും തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഗോകുൽ ആ വക്കീല കൊച്ചിനെ ഇവിടെ വിളിച്ചു വരുത്തി എന്തൊക്കെയോ ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു. സച്ചിയും കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. ശോഭനയും മോനെയും നേരിട്ട് കണ്ടു തന്നി പറയും. കമലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ മാത്രമല്ല കേട്ടോ, എന്റെ മരുമോള് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ടിവിയിൽ കമലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോ അവൾക്ക് ആകെ സങ്കടായി. ഇന്നലെ ശിവരാത്രി ആയിരുന്നല്ലോ. രാത്രി പൂജാമുറി പ്രാർത്ഥിക്കുമ്പോ അവള് കമലയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. എന്റെ ദൈവമേ, ആരുമില്ലാത്ത എനിക്ക് വേണ്ടി ആ മോളും പ്രാർത്ഥിച്ചു. വെറുതെ അല്ല എനിക്ക് ഇത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടിയത്. എല്ലാരും പറഞ്ഞു കേട്ടത് എനിക്കിന്ന് ജാമ്യം കിട്ടത്തില്ലെന്നാ. ഇതുപോലെയുള്ള മക്കള് പ്രാർത്ഥിക്കുമ്പോ ഏത് ജഡ്ജിയുടെ മനസ്സിലെ അലിവ് തോന്നാതിരിക്കുന്നത്? ഇതുപോലുള്ളൊരു മരുമോളെ കിട്ടിയത് ശോഭനയുടെ ഭാഗ്യ. അല്ല, എന്നിട്ട് ആളെവിടെ? ഇവിടെയുണ്ട്, ജോലിയിലാ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് മോളോടൊന്ന് പറഞ്ഞേക്കണേ. ആ കുഞ്ഞിനെ എന്റെ സ്വന്തം മോളായിട്ട് ഇപ്പൊ മനസ്സിൽ തോന്നുക. ഞാൻ വരുമ്പോ എനിക്ക് മോളെയും കാണണം. അവൾ എന്നോട് കമലയെ കുറിച്ച് എന്താ പറഞ്ഞെന്നോ? എന്നെ പോലെ തന്നെ ഒരു അമ്മയല്ലേ അതൊന്ന്. ഒരു പാവ കമല അവള്. ഇപ്പോ എന്റെ മോളുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ അവളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേന്. എനിക്ക് ആ മോളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തോന്നുക. വെച്ചേക്കട്ടെ, പിന്നെ വിളിക്കാട്ടോ. ശരി കമലേ. നിക്കണേ അവിടെ. ഇപ്പടി നീ കയറി പോരുത്. തോന്നിയ ദിവസം കാണിച്ചിട്ട് ഈ വീട്ടിൽ കയറാൻ പറ്റില്ല. അമ്മ ബഹളം ഉണ്ടാക്കാതെ, അടുത്തുള്ള ആളുകളൊക്കെ കേൾക്കും. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. എനിക്കിനി ഇങ്ങനൊരു മോളില്ല. അമ്മ വെറുതെ അലറി ബഹളം വെച്ച് നാട്ടുകാരെ അറിയിക്കാൻ നോക്കണ്ട. ഞാൻ ചത്തുപോയിട്ടൊന്നുമില്ല. ഒരു കല്യാണം കഴിച്ചെന്നല്ലേ ഉള്ളൂ. അമ്മേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. തൊട്ടുപോലെ തന്നെ. സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് കാണിച്ചു കൂട്ടിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേ? എങ്ങോട്ട് അത് വെച്ചാ പൊയ്ക്കോ.
ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇതേ എന്റെയും കൂടി വീടാ. അങ്ങനെ കേറാൻ പറ്റില്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. എല്ലാവരോടും പിന്നാലെ നടന്ന അനുവാദം ചോദിച്ച് ഞാൻ കെഞ്ചിയില്ലേ? ആരെങ്കിലും സമ്മതിച്ചോ? സമ്മതിച്ചില്ലെന്ന് കരുതി ഉടനെ പോയി രജിസ്റ്റർ ചെയ്യാനോ വേണ്ടത്? അല്ലാതെ പിന്നെ എന്തായാലും നിങ്ങളുടെ ആരുടെ സമ്മതത്തോടെ ഞങ്ങളുടെ വിവാഹം നടക്കില്ലെന്ന് എനിക്ക് ബോധ്യായി. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കി. പോയി ആ വിളക്കെടുത്തോണ്ട് വാ അമ്മേ. എന്നിട്ട് മോളുടെ കയ്യിലോട്ട് കൊടുക്ക്. ഞങ്ങൾ ഐശ്വര്യമായിട്ട് അകത്തോട്ട് വരട്ടെ. ഇല്ല, ഞാൻ ഇതിന് സമ്മതിക്കില്ല. അമ്മയുടെ സമ്മതം ഞങ്ങൾക്ക് വേണ്ട. വിളക്കം വേണ്ട, ഒരു കുന്തവും വേണ്ട. ഞങ്ങൾ അല്ലാതെ തന്നെ കേറിക്കോളാം. നിക്കണേ ഇവിടെ. അമ്മ എന്തായി കാണിക്കുന്നേ? ഈ ബഹളമൊക്കെ നാട്ടുകാർ കേട്ടാ നമുക്ക് നാണക്കേട്. അമ്മ പോയി വിളക്കെടുത്തോണ്ട് വാ. ഇപ്പൊ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കരുത്. എന്തായാലും നമ്മുടെ മോളല്ലേ, തൽക്കാലം നമുക്ക് സ്വീകരിക്കാം. അയ്യോ എന്റെ ദൈവമേ, ഞാൻ ഇതെങ്ങനെ സഹിക്കും? അമ്മയുടെ കരച്ചിലിനെ തീരെ ഒറിജിനാലിറ്റി ഇല്ല. ഈ കള്ളക്കരച്ചിലൊന്നും കൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട. പോയി വിളക്കെടുത്തോണ്ട് വാ. നിങ്ങളിവിടെ നിൽക്കുക. അമ്മ വാ.